Hello, good morning. Welcome back to a new video class. In this video class, we are going to discuss mainly one topic, that is apomixis. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് apomixis ആണ്. നമ്മൾ അത് പറയുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ഇതിന്റെ മുന്നത്തെ വീഡിയോസിൽ പഠിച്ചതാണ് ഓവ്യൂൾസ് എന്താണ്, അല്ലേ? ഓവ്യൂൾസിന്റെ ഡയഗ്രാം ഞാൻ ഇവിടെ എൻ്റെ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഡിസ്പ്ലേ ചെയ്തേ കാണാം, അല്ലെ? ആ ഓവ്യൂളിൽ ഔട്ടർ ഇന്റർഗ്യുമെന്റ്, ഇന്നർ ഇന്റർഗ്യുമെന്റ്, ന്യൂസെല്ലസ്, അല്ലെ? ചലാസ, മൈക്രോപെൽ, ഫ്യൂണിക്കിൾ, ഹൈലം, റാഫെ എന്ന് പറയുന്ന പാട്ടൊക്കെ ഉണ്ട്, അല്ലെ? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് സാധാരണയായിട്ട് ഈ ഓവ്യൂളിന്റെ ന്യൂസെല്ലസിൽ നിന്ന് എംബ്രിയോ സാക്ക് ഉണ്ടാവും, അല്ലെ? ന്യൂസെല്ലസിലെ ആർക്കിസ്പോറിയൽ സെല്ല് എന്ന് പറഞ്ഞ സെല്ലുണ്ട്, അല്ലെ? അത് ന്യൂസെല്ലസിലെ എല്ലാ സെല്ലും 2 തന്നെ, ആർക്കിസ്പോറിയൽ സെല്ലും 2 തന്നെ. അതിൽ മിയോസിസ് നടന്നിട്ട് മെഗാസ്പോർ ഉണ്ടാവും. അത് ആണ്. ആ ആയ മെഗാസ്പോറിലെ ന്യൂക്ലിയസുകൾ 3 പ്രാവശ്യം ഡിവൈഡ് ചെയ്ത് 8 ന്യൂക്ലിയസ് ഉണ്ടാവും. അങ്ങനെ 8 ന്യൂക്ലിയസുകൾ കൂടി ചേർന്ന് ഇതിന്റെ ഉള്ളിൽ കാണുന്ന എംബ്രിയോ സാക്ക് ഉണ്ടാവും. അതിൻ്റെ അകത്ത് 8 ഹാപ്ലോയിഡ് ആയ സെല്ല് ഉണ്ടാവും. അതിൽ ഒരു സെല്ലാണ് എഗ്. അതിൽ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ സൈഗോട്ട് ഉണ്ടാവും. വേറെ സെല്ലാണ് സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതിൽ ഫ്യൂഷൻ നടക്കുമ്പോൾ, അതിൽ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ പ്രൈമറി എൻഡോസ്പേം സെല്ല്, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡ് ഉണ്ടാവും. അത് എൻഡോസ്പേം ആവും. അതുപോലെ സൈഗോട്ട് എംബ്രിയോ ആവും. അപ്പോഴാണ് ഈ ഒവ്യൂൾ എന്തായി മാറുന്നത്? സീഡായി മാറുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഒവ്യൂളിന്റെ അകത്തുള്ള എംബ്രിയോ സാക്കിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോഴാണ് ഒവ്യൂളി സീഡ് ആവുക. അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അത് നോർമൽ കേസ്. എന്നാൽ അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാല് ഒവ്യൂളിൽ നിന്ന് സീഡ് ഉണ്ടാവുക. എങ്ങനെ? ഫെർട്ടിലൈസേഷൻ നടക്കാതെ, സിംഗമ്യൂൺ, ട്രിപ്പിൾ ഫ്യൂഷൻ ഒന്നും നടക്കാതെ. Apomixis are formation of seed from an unfertilized ovule, or formation of seed from ovule without fertilization or without sexual reproduction. അതാണ് apomixis. അപ്പോൾ ചോദ്യം, എങ്ങനെയാ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാതെ ഒവ്യൂളിൽ സീഡ് ഉണ്ടാവുക? അപ്പൊ അതിന്റെ ആൻസർ 99% കേസിലും ഇങ്ങനെ അപ്പോമിക്സിസിൽ സീഡ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? 99% കേസിലും അങ്ങനെയുള്ള ഒവ്യൂൾ എടുത്താൽ ആ ഒവ്യൂളിലെ എഗ് സാധാരണ എഗ്ഗിനെ പോലെ ഹാപ്ലോയിഡ് ആയ എന്നല്ല, അത് 2N ആയ എഗ് ആണ്. അത് ഒവ്യൂൾ ഉണ്ടാവുമ്പോഴേ അവിടുത്തെ എഗ് എന്താണ്? 2N ആണ്. അത് മൈറ്റോസിസ് നടന്നിട്ടാണ് എഗ് ഉണ്ടായത്. സാധാരണ എഗ് എങ്ങനെ? മിയോസിസ് ഒക്കെ നടന്ന്, അല്ലെ? മെഗാസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടന്ന് മെഗാസ്പോർ ഉണ്ടായി. അതിലൊരു മെഗാസ്പോർ 2N ആണ്, ഒരു മെഗാസ്പോർ N ആണ്. ആ മെഗാസ്പോർ ന്യൂക്ലിയസ് 3 പ്രാവശ്യം ഡിവൈഡ് ചെയ്ത് 8 ന്യൂക്ലിയസ് ഒക്കെ ആയിട്ടാണ് എഗ് ഉണ്ടാവുന്നത്. അത് N. പക്ഷെ സാധാരണ കേസ്, പക്ഷെ ഇവിടുത്തെ എഗ് എന്താണ്? സാധാരണ എഗ്ഗിനെ പോലെ അല്ല. ഇത് ഇവിടുത്തെ എഗ് എന്ന് പറഞ്ഞാൽ 2N ആണ്. അതിൽ ഫെർട്ടിലൈസേഷൻ നടക്കേണ്ട ആവശ്യമില്ല. അത് സൈഗോട്ടിനെ പോലെ 2N ആണ്. അത് ആദ്യമേ 2N ആയി നിൽക്കണം. ഇനി അതിൽ ഫെർട്ടിലൈസേഷൻ 3N ആയി പോകും. അപ്പൊ എന്തിന്റെ ആവശ്യമില്ല? ഫെർട്ടിലൈസേഷന്റെ ആവശ്യമില്ല. നേരെ ഒവ്യൂൾ എന്തായി മാറും? സീഡായി മാറും. കണ്ടോ? അതുകൊണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒവ്യൂളിൽ ഫെർട്ടിലൈസേഷൻ നടന്ന് സീഡ് ഉണ്ടാവുന്നു. എന്നാൽ ഇവിടെ അപ്പോമിക്സിസിലോ ഒവ്യൂളിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാവുന്നു. അതുകൊണ്ട് അപ്പോമിക്സിസിനെ കുറിച്ച് നമ്മൾ പറയാം, അപ്പോമിക്സിസ് ഈസ് എ ടൈപ്പ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. അതൊരു എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ നടക്കണില്ല. Apomixis is a type of asexual reproduction which mimic like അത് അനുകരിക്കുന്നു, which mimic like sexual reproduction by producing seed. സീഡുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷനെ പോലെ അനുകരിക്കുന്നു. കണ്ടോ? ആ പോയിന്റ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടാവും, താഴെ എഴുതിയത്. ഏറ്റവും താഴെ ഡാർക്ക് കളറിൽ കണ്ടോ? ഓക്കെ അല്ലേ? അതാണ് അതിന്റെ പോയിന്റ്. എക്സാമ്പിൾ, ധാരാളം ഗ്രാസസ് വെറൈറ്റി, ഗ്രാമിന, അല്ലെ? നെല്ല്, ഗോതമ്പ്, അങ്ങനത്തെ വെറൈറ്റിയിലൊക്കെ കാണപ്പെടുന്നുണ്ട്. റോസേഷ്യ എന്ന് പറയുന്ന ഫാമിലി പാടുണ്ട്. കമ്പോസിറ്റ് അഥവാ ആസ്റ്ററേഷ്യ എന്ന് പറയുന്നത് സൺഫ്ലവർ ഒക്കെ ഉള്ള ഫാമിലി. സൺഫ്ലവർ, അതുപോലെ സൺഫ്ലവർ എന്ന് കേട്ടിട്ടുണ്ട്, സൂര്യകാന്തി പൂവ്, ചെണ്ടുമല്ലിപ്പൂവ്, വാടാർ മല്ലിക, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് അപ്പ, കേട്ടില്ലേ? അങ്ങനത്തെ. അതുപോലെ പൂവാങ്കുറുന്നിൽ, മുയൽ ചെവി,
ഓക്കെ, അങ്ങനെ ട്രൈഡാക്സ്, വേനൽ പച്ച, അങ്ങനെ ധാരാളം ചെടികളുണ്ട്. അതൊക്കെ ഉൾപ്പെട്ട ഫാമിലിയാണ് കമ്പോസിറ്റ്. അങ്ങനത്തെ ചെടികളിലും ഇങ്ങനെ സീഡ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ റൂട്ടേസി, നമ്മള് മുരിങ്ങ, കരിവേപ്പിലിന്റെ ഒക്കെ പ്ലാന്റ് ഒക്കെ ഉൾപ്പെട്ട ഫാമിലിയാണ് റൂട്ടേസി. അതിലൊക്കെ ഇങ്ങനത്തെ സീഡുകൾ ഫോം ചെയ്യുന്നുണ്ട് അപ്പോമിക്സിസ്. ഓക്കെ, ഒരു അപ്പോമിക്സിസിൽ സീഡ് ഉണ്ടാവുന്ന ഒരു ഗ്രാസത്തിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തു, ധാരാളം സീഡ് ഉണ്ടായി കിടക്കുന്നത്. ഓക്കെ, ബാംബു വെറൈറ്റിയിലൊക്കെ അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോമിക്സിസ് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, ഏതെല്ലാം രൂപത്തിലുള്ള അപ്പോമിക്സിസ് ഉണ്ട് അല്ലെ, അതെങ്ങനെ ഉണ്ടാവാന്നൊക്കെ നോക്കാം. ഇതാ, അപ്പോമിക്സിസ് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ? ഡിപ്ലോസ്പോറി എന്ന് പറഞ്ഞ അപ്പോമിക്സിസ് ഉണ്ട്, അപ്പോസ്പോറി എന്ന് പറഞ്ഞ അപ്പോമിക്സിസ് ഉണ്ട്, അതുപോലെ തന്നെ അഡ്വന്റീഷ്യസ് എംബ്രിയോണി എന്ന് പറയുന്ന അപ്പോമിക്സിസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായി പഠിക്കാം. ഓക്കെ, ഡിപ്ലോസ്പോറി അല്ലെ, ഡിപ്ലോസ്പോറി എന്ന് പറയുന്ന അപ്പോമിക്സിസ് എന്താന്ന് നോക്കാം. ഇവിടെ സംഭവിക്കുന്നത്, സാധാരണ ഞാൻ പറഞ്ഞു ഓവ്യൂൾ ഉണ്ടാവുന്നത് എവിടുന്നാണ്? മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്ന 2n സെല്ലിൽ മിയോസിസ് നടന്ന് 4 മെഗാസ്പോർ ഉണ്ടാവും. 4 മെഗാസ്പോറിൽ ഒരു കേസിൽ എന്താ സംഭവിക്കുക? 3 മെഗാസ്പോർ ഡെഡ് ആയി പോകും. അതിൽ ഒന്ന് മാത്രം ഫങ്ഷണലാ. അത് അതിന്റെ ന്യൂക്ലിയസിൽ 3 മൈറ്റോസ് നടത്തുന്നതാണ് 8 സെല്ലുള്ള എംബ്രിയോസ് ആക്കി ഉണ്ടാവുന്നത് അല്ലെ. അതിനാണ് മോണോസ്പോറിക് പോളിഗോൺ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞത്. ഡിപ്ലോസ്പോറിന്റെ പ്രത്യേകത എന്താ മനസ്സിലാക്കുക. അവിടെ എംബ്രിയോസാക്ക് ഉണ്ടാവുന്നത് മെഗാസ്പോർ മദർ സെല്ലാണ്. മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് നടക്കണില്ല. മെഗാസ്പോർ മദർ സെല്ല് 2n ആണ്. അതിൽ മിയോസിസ് നടക്കാതെ ആ 2n ആയ മെഗാസ്പോർ മദർ സെല്ലിന്റെ ന്യൂക്ലിയസ് 3 പ്രാവശ്യം ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? മൈറ്റോസിസിൽ മെഗാസ്പോർ മദർ സെല്ല് എന്ന് പറഞ്ഞാൽ 2n മദർ സെല്ലിന്റെ 2n ന്യൂക്ലിയസ് മൈറ്റോസിസിൽ 3 പ്രാവശ്യം ഡിവൈഡ് ചെയ്യും. അപ്പൊ ആദ്യം 2 ആവും, പിന്നെ 4 ആവും, 3 8 ആവും. പക്ഷെ ആ 8 ന്യൂക്ലിയസും 2n ആ. ആ 8 ന്യൂക്ലിയസിൽ 3 ആന്റിപോഡൽ സെല്ലാവും. അപ്പൊ 3 ആന്റിപോഡൽ സെല്ലും 2n. ഒന്ന് എക്സ് സെല്ലാവും, അത് 2n. പിന്നെ 2 സൈനർജിഡ് സെല്ലാവും, അതും 2n. മൊത്തം എത്രണ്ണായി? 6 ഇവിടെ 2 പോളാർ ന്യൂക്ലിയസ് കണ്ടോ, കംപ്ലീറ്റ് 2n. അപ്പൊ നോക്കി അവിടുത്തെ എഗ് ഏതാണ്? ഇപ്പോ 2n ഉണ്ടോ. അപ്പൊ എംബ്രിയോസാക്ക് മൊത്തം 2n. എംബ്രിയോസാക്കിലെ സെല്ലുകളൊക്കെ 2n. അതാണ് ഡിപ്ലോസ്പോർ. അപ്പൊ അവിടെ ഫെർട്ടിലൈസേഷന്റെ ആവശ്യം ഉണ്ടോ? ഇല്ല, നേരെ അതെന്തായി മാറും? സീഡായി മാറും. ഓക്കെ, അതാണ് ഡിപ്ലോസ്പോറി. അപ്പൊ ഡിപ്ലോസ്പോറിന്റെ പ്രത്യേകത, ഹിയർ embryo sac are formed from megaspore mother cell directly through mitosis. So such kind of egg are usually 2n in nature. കണ്ടോ, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തത്. അപ്പൊ അതാണ് ഡിപ്ലോസ്പോറി. അപ്പൊ അവിടെ ഫെർട്ടിലൈസേഷന്റെ ആവശ്യം ഉണ്ടോ? ഇല്ല. ഇനി രണ്ടാമത്തെ പേരാണ് അപ്പോസ്പോറി. അപ്പോസ്പോറിൽ എന്താ സംഭവിക്കണ അറിയോ? അവിടെയും എന്തുണ്ടാവുന്നുണ്ട്? എംബ്രിയോസാക്ക് ഉണ്ടാവുന്നുണ്ട് ഓവ്യൂളിന്റെ അകത്ത് അല്ലെ. അത് എങ്ങനെ ഉണ്ടാവണതാ? ആ എംബ്രിയോസാക്ക് മെഗാസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടന്ന് മെഗാസ്പോർ ഉണ്ടായി, അങ്ങനെ ഉണ്ടാവണതല്ല. നോർമൽ കേസിൽ ഉണ്ടാവണതില്ല. അവിടെ മെഗാസ്പോർ ഉണ്ടാവുന്നത് എവിടുന്നാണെന്നറിയോ? ന്യൂസെല്ലസിലെ 2n സെൽ ഉണ്ടല്ലോ, ആർക്കിസ്പോറിയൽ സെൽ അല്ലാത്ത 2n സെൽ ഉണ്ടല്ലോ. ആ 2n സെല്ലിലെ ഒരു സെല്ല് കണ്ടോ, ആ 2n സെല്ലിലെ സെല്ലുകൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്തിട്ടാണ്. ആ 2n സെല്ലിലെ ഒരു സെല്ലുണ്ടല്ലോ, ആ സെല്ലിന്റെ ന്യൂക്ലിയസ് 3 പ്രാവശ്യം ഡിവൈഡ് ചെയ്യും. അപ്പൊ 8 2n ന്യൂക്ലിയസ് ഉണ്ടാവും. അപ്പൊ 8 2n ന്യൂക്ലിയസ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും എംബ്രിയോസാക്കിന്റെ അകത്തുള്ള 8 2n ന്യൂക്ലിയസിൽ ഒരു 2n ന്യൂക്ലിയസ് അല്ലേ എഗ്ഗായി മാറാ. ബാക്കി ആന്റിപോഡൽ സെല്ലും സൈനർജിഡ് ഒക്കെ ആവും. അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോഴും ഓവ്യൂളിന്റെ അകത്തുള്ള എഗ് ഏതാണ്? 2n ആണ്. അപ്പൊ ഫെർട്ടിലൈസേഷന്റെ ആവശ്യമില്ല, നേരെ പുതിയ അതെന്തായി മാറും? സീഡായി മാറും. ഓവ്യൂൾ സീഡായി മാറും. കണ്ടോ. ഇനി മൂന്നാമത്തത് ഇങ്ങനെയല്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ട്. ചില ആൾക്ക് ചില ആൾക്ക് സംശയം തോന്നും. ഇതും ഇനി പറയുന്നതും ഇപ്പൊ പറഞ്ഞതും ഇനി പറയുന്നതും വ്യത്യാസം, ചിലപ്പം കൺഫ്യൂഷൻ തോന്നും. ശ്രദ്ധിക്കണ കാര്യം, ഇവിടെ എംബ്രിയോസാക്കാണ് ഉണ്ടായത്. എവിടുന്ന്? ന്യൂസെല്ലസ് എന്ന്. ഓക്കെ, അടുത്തത് നോക്ക്. അടുത്തതിന്റെ പേര് അഡ്വന്റ്യൂ എംബ്രിയോണി. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ മനസ്സിലാക്കുക. ഇവിടെ എംബ്രിയോസാക്ക് അല്ല ഉണ്ടാവുന്നത്. ഇവിടെ ഒവ്യൂളിന്റെ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത ഒവ്യൂളിന്റെ അകത്ത് എംബ്രിയോസാക്ക് ഉണ്ടായില്ല കേട്ടോ. എംബ്രിയോസാക്ക് ഇല്ലാത്ത ഒവ്യൂളാ. അങ്ങനത്തെ ഒവ്യൂളിന്റെ ന്യൂസെല്ലസിലെ സെല്ലുകൾ ഡിവൈഡ് ചെയ്തിട്ട് എംബ്രിയോസാക്ക് ആവാതെ നേരെ ഭ്രൂണമായി മാറുകയാണ്, നേരെ എംബ്രിയോ ആയി മാറുക. നേരത്തെ കേസിൽ അങ്ങനെയല്ല. ന്യൂസെല്ലസിലെ സെല്ലിലെ ന്യൂക്ലിയസ് 3 പ്രാവശ്യം ഡിവൈഡ് ചെയ്ത് എംബ്രിയോസാക്കായി. ആ എംബ്രിയോസാക്കിലെ എഗ്ഗാണ് പിന്നെ എന്തായി മാറുന്നത്? 2n ആയ എഗ്ഗാണ് എംബ്രിയോ ആയി മാറുന്നത്. അതിന് മുന്നത്തെ കേസിൽ മെഗാസ്പോർ മദർ സെല്ലിലെ ന്യൂക്ലിയസ് 3 പ്രാവശ്യം ഡിവൈഡ് ചെയ്തിട്ട് എംബ്രിയോസാക്ക് ഉണ്ടായി. ആ എംബ്രിയോസാക്കിലെ 2n എഗ്ഗാണ് എംബ്രിയോ ആയത്. ഇവിടെ അങ്ങനെയല്ല. ന്യൂസെല്ലസിലെ സെല്ലോ അല്ലെങ്കിൽ ഒവ്യൂളിന്റെ ഇന്റഗ്യുമെന്റ്സിലെ സെല്ലോ, ആ 2 സെല്ലും 2n ആ സെല്ലുകൾ ഡിവൈഡ് ചെയ്തിട്ട് എംബ്രിയോസാക്ക് ആവാതെ നേരെ ഭ്രൂണമായി മാറുകയാണ്. അങ്ങനെ ഭ്രൂണമായി മാറി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രോസസ് നടക്കുന്ന ഒവ്യൂൾ എന്തായി മാറും? സീഡായി മാറും.
കണ്ടോ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കേസാണ് എന്ത് അഡ്വെന്റീവ് എംബ്രിയോ. ഓക്കെ, അപ്പൊ ഇത് മൂന്ന് എന്തിന് എക്സാമ്പിളാ? അപ്പോമിക്സിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ചോദ്യം, അപ്പോമിക്സിന്റെ അഡ്വാൻറ്റേജ് എന്താ നോക്കാം അല്ലെ? അപ്പോമിക്സിന്റെ അഡ്വാൻറ്റേജ് എന്താ നോക്കാം. ഒന്ന്, അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. നമ്മൾ പഠിച്ചത് എസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ആൺബീജവും മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഷൻ ഇല്ല. അതുകൊണ്ട് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാല് they are morphologically and genetically similar to parents. നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും ബോട്ടണിയിൽ സെക്കൻഡ് ചാപ്റ്റർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പഠിക്കും. അല്ല, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക് +2 അതിൽ പഠിച്ചിട്ടുണ്ടാവും. The progeny formed in asexual reproduction are morphologically and genetically similar. They are known as clones എന്ന് പഠിച്ചു. asexual reproduction ഉണ്ടാകുന്ന എല്ലാ കുട്ടികളും അവരെ പാരന്റിനെ പോലെ ഒരേപോലെ ആയിരിക്കും. അപ്പൊ നമ്മൾ asexual reproduction ഒരു സീഡ് ഉണ്ടാകുമ്പോൾ asexual reproduction ആണ് രണ്ട് പാരന്റ് ഇല്ല, ഒറ്റ പാരന്റേ ഉള്ളൂ, ഒരു പാരന്റ് എന്നാണ് കുഞ്ഞുണ്ടാകുന്നത്. അപ്പൊ asexual reproduction ഒരു സീഡ് ഉണ്ടാകുമ്പോൾ ആ സീഡ് എന്ന് പറഞ്ഞാൽ ആരെ പോലെ ആയിരിക്കും? ആ പാരന്റിനെ പോലെ തന്നെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ റെഡ് ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റും വൈറ്റ് ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റും നമ്മൾ ക്രോസ് ചെയ്തു. സ്നാപ് ഡ്രാഗൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വിചാരിച്ചു നമ്മൾ +2 പഠിച്ചത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനൊക്കെ എക്സാമ്പിൾ ആയിട്ട് അല്ലെ? അപ്പൊ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കുഞ്ഞുങ്ങളൊക്കെ പിങ്ക് ഫ്ലവേഴ്സ്. അപ്പൊ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണത്. എനിക്ക് പിങ്ക് ഫ്ലവേഴ്സിന് പിങ്ക് തന്നെ കിട്ടണം. ഇപ്പൊ റെഡ് ഫ്ലവർ ഉള്ള പ്ലാന്റും വൈറ്റ് ഫ്ലവർ ഉള്ള പ്ലാന്റും ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടി? ഒരു ഹൈബ്രിഡ് ആയ പിങ്ക് ഫ്ലവർ ഉള്ള പ്ലാന്റ് കിട്ടി. അങ്ങനത്തെ പിങ്ക് ഫ്ലവർ ഉള്ള പ്ലാന്റിൽ നമുക്ക് പിങ്ക് തന്നെ കിട്ടണം. അപ്പൊ ഇവിടെ നടന്ന ക്രോസ് ചെയ്താ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. റെഡ് ഫ്ലവർ ഉള്ള പോളൻ ഗ്രീൻ എടുത്താണ്ട് ഞാൻ വെള്ള ഫ്ലവർ ഉള്ള പ്ലാന്റിന്റെ സ്റ്റിഗ്മ കൊണ്ടിട്ട് അങ്ങനെ അവർക്ക് ഉണ്ടായ വിത്ത് കുഴിച്ചിടുമ്പോ പിങ്ക് ഫ്ലവർ കിട്ടിയതാണ്, ഉള്ള പ്ലാന്റ് കിട്ടിയതാ. അങ്ങനത്തെ പിങ്ക് ഫ്ലവർ ഉള്ള പ്ലാന്റ് ക്രോസ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ കിട്ടും? നിങ്ങൾ പഠിച്ചിരുന്നോ ജെനറ്റിക്സിൽ +2 അല്ലെ? പിങ്കിനെ പിങ്ക് കൊണ്ട് ക്രോസ് ചെയ്താൽ 1:2:1 റേഷ്യോ കിട്ടുണ്ടാവും. ഒരു റെഡ്, 2 പിങ്ക്, 1 വൈറ്റ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? കിട്ടും. അപ്പൊ നമുക്ക് പിങ്ക് ആയ പ്ലാന്റിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടന്നാൽ നമുക്ക് എന്താ കിട്ടുക? പിങ്കിനെ കൊണ്ട് തന്നെ ക്രോസ് ചെയ്യിപ്പിച്ചാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടന്നാൽ പിങ്കും റെഡും വൈറ്റും ഒക്കെ കിട്ടും. എനിക്ക് പിങ്കിൽ നിന്ന് പിങ്ക് തന്നെ കിട്ടണം. അപ്പൊ എങ്ങനെ സീഡ് ഉണ്ടാക്കണോ? അപ്പോമിക്സിസിൽ ഫെർട്ടിലൈസേഷൻ നടത്തിക്കാതെ സീഡ് ഉണ്ടാക്കിയാലോ പിങ്കിൽ നിന്നുണ്ടാകുന്ന എല്ലാ ചെടികളും ഏതായിരിക്കും? പിങ്ക് ആയിരിക്കും. അപ്പൊ അപ്പോമിക്സിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഹൈബ്രിഡ് ആയ പിങ്ക് ആയ ചെടിയിൽ നിന്ന് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടന്നാൽ പിങ്കും റെഡും വൈറ്റും ഒക്കെ കിട്ടും. പക്ഷെ എസെക്ഷൽ ആണെങ്കിലോ പിങ്ക് മാത്രം കിട്ടും. അപ്പൊ ഹൈബ്രിഡ് സീഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം ആണ്. അത് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ആർട്ടിഫിഷ്യലി നമുക്ക് കെമിക്കൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കെമിക്കൽസ് ഒക്കെ കൊടുത്താൽ നമുക്ക് അപ്പോമിക്സിലൂടെ സീഡ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അതുപോലെ നമുക്ക് ഒരു പാരന്റിനെ പോലത്തെ ധാരാളം കുട്ടികളെ ഉണ്ടാക്കാം. അതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോമിക്സിസിൽ സീഡുകൾ ഉണ്ടാകുന്ന എപ്പോഴും എവിടുന്നാ? 2N ആയ, ഇപ്പൊ ഞാൻ പറഞ്ഞ 3 കേസിലും സീഡ് ഉണ്ടാകുന്നത് എവിടുന്നാണ്? 2N ആയ എഗ് എന്നാണ്. ആദ്യത്തെ 2 കേസ് ഡിപ്ലോസ്പോറി അപ്പോസ്പോറി എടുത്താൽ 2N ആയ എഗ് എന്നാണ് എംബ്രിയോസാക്കിന്റെ അകത്തുള്ളത്. ഇനി അഡ്വെന്റീവ് എംബ്രിയോണി എടുത്താൽ അതെന്താ? 2N ആയ ഇന്റഗ്യുമെന്റിലെ സെല്ലിന്നോ 2N ആയ ന്യൂസെല്ലസിലെ സെല്ലിനോ നേരെ എംബ്രിയോ ഉണ്ടാവും. അപ്പൊ എങ്ങനെ എടുത്താലും ഈ കേസിലൊക്കെ ഉണ്ടാകുന്ന എംബ്രിയോ എന്താണ്? 2N ആണ് അല്ലെ? അങ്ങനെ 2N ആണെങ്കിൽ അങ്ങനത്തെ അപ്പോമിക്സിസിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത് വിളിക്കുക? റെക്കറന്റ് അപ്പോമിക്സിസ് എന്ന് പറയാം. കണ്ടോ? ഇൻ റെക്കറന്റ് അപ്പോമിക്സിസ് ബോത്ത് എഗ് സെൽ ആൻഡ് എംബ്രിയോ ആർ ഡിപ്ലോയിഡ് ആൻഡ് ദി എംബ്രിയോ സാക് ഈസ് ഡെവലപ്ഡ് ഫ്രം മെഗാസ്പോർ മദർ സെൽ. അല്ലെങ്കിൽ ന്യൂസെല്ലസ് ആയാലും ബ്രസ്റ്റ് ഒക്കെ 2N ആയിരിക്കും അർത്ഥം. 2N ആയ എംബ്രിയോ ആണ് നമുക്ക് കിട്ടുക. അങ്ങനത്തെ പ്രോസസ്സിലൊക്കെ കിട്ടുക. കാരണം അവിടുത്തെ എംബ്രിയോ സാക്കിന്റെ അകത്ത് എഗ് ഏതാണ്? 2N ആണ്. നോൺ റെക്കറന്റ് അപ്പോമിക്സിസ് ഉണ്ട്. അതെന്താ വെച്ചാൽ എഗ് സെല്ലും എംബ്രിയോ ഒക്കെ ഹാപ്ലോയിഡ് ആണ്. കണ്ടോ? എഗ് സെല്ലും എംബ്രിയോ ഒക്കെ ഹാപ്ലോയിഡ് ആണ്. ഇൻ നോൺ റെക്കറന്റ് പ്രോസസ് ബോത്ത് എഗ് സെൽ ആൻഡ് എംബ്രിയോ ആർ ഹാപ്ലോയിഡ് ആൻഡ് എംബ്രിയോ ഈസ് ഡെവലപ്ഡ് ഡയറക്ട്ലി ഫ്രം എഗ് സെൽ വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. അതെങ്ങനെ വരുന്നതെന്ന് അറിയോ? അതെങ്ങനെ വരുന്ന? ചില ചുരുക്കം കേസുകളിൽ ഹാപ്ലോയിഡ് ആയ സെല്ലിൽ നിന്നാണ് എംബ്രിയോ സാക്ക് ഉണ്ടാവുക. അപ്പൊ അവിടുത്തെ എഗ് എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. എന്നിരുന്നാൽ പോലും അതെന്തായി മാറും? പുതിയ എംബ്രിയോ ആയും സീഡായി മാറും. അങ്ങനെ വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് നോൺ റെക്കറന്റ് അപ്പോമിക്സ്. ഓക്കെ, അതാണ് വ്യത്യാസം. അത് ചില ചുരുക്കം കേസുകളിൽ കാണപ്പെടുന്ന ഒരു മെക്കാനിസം. നോർമലി അധികം കാണപ്പെടുന്നത് റെക്കറന്റ് അപ്പോമിക്സിസ് ആണ്. ഓക്കെ, അത് എന്തുകൊണ്ടാ വെച്ചാൽ മനസ്സിലാക്കുക. ചില ചുരുക്കം കേസുകളിൽ ആന്റിപോഡൽ സെല്ലും സിനർജിഡ് സെല്ലൊക്കെ ഇല്ലേ, അതിൽ നിന്നൊക്കെ എംബ്രിയോ ഫോം ചെയ്യും.
അങ്ങനെ ഫോം ചെയ്യുമ്പോൾ ആ എംബ്രിയോ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. നോർമൽ എംബ്രിയോ സാക്കിലെ ആന്റിപോഡൽ സെല്ലും സിനർജിഡ് സെല്ലും ഒക്കെ എംബ്രിയോ ഫോം ചെയ്ത് കളയും. അപ്പൊ അങ്ങനത്തെ എംബ്രിയോ ഏതായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ.